നമസ്കാരം. ഓ ഓ ഓ കുജനം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം 112 സർഗത്തിലെ 10 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ഇന്ന് 10 തുടങ്ങി 20 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് അർത്ഥമെന്താണെന്ന് നോക്കാം. ശ്ലോകം 11 തുടങ്ങി 20 വരെയുള്ള ശ്ലോകങ്ങൾ. 10 വരെയുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ചൊല്ലിക്കഴിഞ്ഞു. ശ്ലോകം 11. രക്ഷിതിം സുമഹദ്രാജ്യം അഹമേകസ്തുനോത്സഹേ പൗരജാനപദാംശാപി രക്താൻ രജ്ജയിതും തഥാ ജ്ഞാതച്ഛാപി യോതാച്ഛ മിത്രാണി സുഹൃദച്ഛനഃ ത്വാമേവ ഹി പ്രതീക്ഷന്തേ പർജന്യമിവ കർഷകാഃ. ഇദം രാജ്യം മഹാപ്രാജ്ഞ സ്ഥാപയ പ്രതിപദ്യ ഹി ശക്തിമാൻ സഹി കാകുൽസ്ഥ ലോകസ്യ പരിപാലനേ. ഏവമുക്ത്വാ പദഭ്രാതു പാദയോർഭരതസ്തദാ ഭൃശം സംവാർദ്ധയാമാസ രാഘവേ അതിപ്രിയം വദൻ. തമംഗേ ഭ്രാതരം കൃത്വാ രാമോ വചനമബ്രവീത് ശ്യാമം നളിനപത്രാക്ഷം മഹഹംസസ്വരസ്വയം. ആഗതാ ത്വാമിയം ബുദ്ധി സ്വജാ വൈനയികീചയാ ഭൃശമുത്സഹസേ താത രക്ഷിതും പൃഥിവീമപി. അമാത്യൈച്ഛ സുഹൃദ്ഭിശ്ച ബുദ്ധിമദ്ഭിശ്ച മന്ത്രിഭിഃ സർവകാര്യാണി സമ്മന്ത്ര്യ മഹാന്ത്ര്യപി ഹി കാരയാ. ലക്ഷ്മീഛന്ദ്രാതപേയദ്വാ ഹിമവാൻ വാ ഹിമം ത്യജേത് അദീയാ സാഗരോ വേലാം ന പ്രതിജ്ഞാമഹം പിതുഃ. കാമാദ്വാ താതലോഭാദ്വാ മാത്രാ തുഭ്യമിദം കൃതം ന തന്മനസി കർത്തവ്യം വർദ്ധിതവ്യം ച മാതൃവത്. ഏവം ബ്രുവാണാം ഭരത കൗസല്യാസുതമബ്രവീത് തേജസാദിത്യസങ്കാശം പ്രതിപച്ഛന്ദ്രദർശനം. ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥമൊന്ന് നോക്കാം. ഭരതൻ പിന്നെയും പിന്നെയും രാവണനോട് രാജാവാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഋഷിമാർ അവിടെ വന്ന് മറഞ്ഞു നിന്നുകൊണ്ട് രാമൻ പറയുന്നതാണ് ശരി, ഭരതൻ തന്നെയാണ് രാജ്യം ഭരിക്കേണ്ടത്, രാമൻ കാട് വാഴണമെന്നുള്ള അച്ഛൻ്റെ വാക്കാണ് അനുസരിക്കേണ്ടത് എന്ന് മറഞ്ഞു നിന്നുകൊണ്ട് ഋഷിമാർ പറയുന്നു. അത് കേട്ട് ഭരതൻ ആകെ വിഹ്വലനാകുന്നു. ജ്യേഷ്ഠൻ അങ്ങനെ തന്നെ ചെയ്യുമോ എന്ന് വിചാരിച്ചു. ശ്ലോകം 11.
രക്ഷിതിം സുമഹദ്രാജ്യം അഹമേകസ്തുനോത്സഹേ പൗരജാനാപദാം ചാപി രക്താൻ രഞ്ജയിതും തഥാ. മഹത്തായ രാജ്യത്തെ സംരക്ഷിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് ശക്തനല്ല. കൂറുള്ള പൗരന്മാരെയും ജാനപാതരെയും രഞ്ജിപ്പിക്കാനും ഞാൻ ശക്തനല്ല. ശ്ലോകം 12. ജ്ഞാതച്ഛാപി യോധാച്ഛ മിത്രാണി സുഹൃദച്ഛനഃ ത്വമേവ ഹി പ്രതീക്ഷന്തേ പർജന്യമിവ കർഷകാഃ. നമ്മുടെ ബന്ധുക്കളും യോദ്ധാക്കളും മിത്രങ്ങളും സുഹൃത്തുക്കളും അങ്ങയെ തന്നെ രാജാവായി കാണാൻ ആഗ്രഹിക്കുന്നു, കർഷകന്മാർ മഴ കാക്കും പോലെ. ശ്ലോകം 13. ഇദം രാജ്യം മഹാപ്രജ്ഞ സ്ഥാപയ പ്രതിപദ്യഹി ശക്തിമാൻ സഹി കാകുൽസ്ഥ ലോകസ്യ പരിപാലനേ. അതിനാൽ മഹാപ്രാജ്ഞ ഈ രാജ്യത്തെ സ്വീകരിച്ച് നിലനിർത്തിയാലും ലോകപരിപാലനത്തിൽ ശക്തിമാനായത് അങ്ങ് തന്നെയാണ്. ശ്ലോകം 14. ഏവം ഉക്ത്വാ പദഭ്രാതു പാദയോർഭരതസ്തദാ ഭൃശം സമ്പാർത്ഥയാപാസ രാഘവേതി പ്രിയം വദൻ. ഇങ്ങനെ പറഞ്ഞിട്ട് ഭ്രാതാവിൻ്റെ കാൽക്കൽ വീണു. വീണ്ടും വീണ്ടും പ്രിയംവദനായ ഭരതൻ രാഘവനോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു. ശ്ലോകം 15. തമംഗേ ഭ്രാതരം കൃത്വാ രാമോ വചനമബ്രവീത് ശ്യാമം നളിനപത്രാക്ഷം മത്തഹംസസ്വരസ്വയം. ശ്യാമനും നളിനപത്രാക്ഷനുമായ ഭ്രാതാവിനെ സ്വന്തം മടിയിലിരുത്തി മത്തഹംസസ്വരനായി രാമൻ പറഞ്ഞു. ശ്ലോകം 16. ആഗതാ ത്വാമിയം ബുദ്ധി സ്വജാ വൈനയികീചയാ ഭൃശമുത്സഹസേ താത രക്ഷിതും പൃഥ്വീമവി. ഭവാന് സഹജമായ ബുദ്ധിശക്തിയുണ്ട്, വേണ്ടുന്ന ശിക്ഷണം കൊണ്ടുള്ള ശക്തിയുമുണ്ട്. പൃഥ്വിയെ പരിപാലിക്കാൻ നീ പൂർണ്ണമായും ശക്തനാണ്. രാമൻ ഭരതനോട് പറയുകയാണ്. ശ്ലോകം 17. അമാത്യൈച്ഛ സുഹൃദ്ഭിശ്ച ബുദ്ധിമദ്ഭിശ്ച മന്ത്രിഭിഃ സർവകാര്യാണി സമ്മന്ത്ര്യ മഹാന്ത്യഭിഃ കാരയ. അമാത്യരും സുഹൃത്തുക്കളും ബുദ്ധിമാന്മാരായ മന്ത്രിമാരുമായി എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ച് എല്ലാ കരണീയങ്ങളും ഭവാൻ നടത്തിക്കൊള്ളുക. ശ്ലോകം 18. ലക്ഷ്മീ ചന്ദ്രാദപയാത് വാ ഹിമവാൻ വാ ഹിമം ത്യജേത് അതീയാത് സാഗരോ വേലാം ന പ്രതിജ്ഞാമഹം പിതുഃ. ചന്ദ്രൻ തൻ്റെ സ്ത്രീയെ വെടിഞ്ഞുവെന്നു വരാം, ഹിമവാൻ ഹിമത്തെ ത്യജിച്ചെന്നും വരാം, സാഗരം തീരത്തെ അതിവർത്തിച്ചേക്കാം. പക്ഷെ ഞാൻ പിതാവിനോട് ചെയ്ത പ്രതിജ്ഞ വെടിയുകയില്ല. ശ്ലോകം 19. കാമാദ്വാ താതലോഭാദ്വാ മാത്രാ തുഭ്യമിദം കൃതം ന തന്മനസി കർത്തവ്യം വർത്തിതവ്യം ച മാതൃവത്. കാമം മൂലമാകട്ടെ ലോഭം മൂലമാകട്ടെ ഭവാനു വേണ്ടി അമ്മ ചെയ്തതിനെ ഭവാനുള്ളിൽ വയ്ക്കരുത്, അതായത് വെറുപ്പോടെ കരുതരുത്. മാതാവിനോട് എങ്ങനെ പെരുമാറണമോ അങ്ങനെ തന്നെ പെരുമാറുക. ശ്ലോകം 20. ഏവം ബ്രുവാണാം ഭരത കൗസല്യാസുതമബ്രവീത് തേജസാദിത്യസങ്കാശം പ്രതിപചന്ദ്രദർശനം. ശ്ലോകം 20-ൻ്റെ അർത്ഥം. ഇങ്ങനെ ഉപദേശിക്കുന്നവനും സൂര്യതുല്യ തേജസ്സുള്ളവനും പ്രതിപദ ചന്ദ്രനെ പോലെ നയനാനന്ദകരനുമായ കൗസല്യാസുതനോട് ഭരതൻ വീണ്ടും പറഞ്ഞു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.